നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. SYS കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച തുടക്കമാകും. ശനിയാഴ്ച നടക്കുന്ന പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6 വേദികളിലായി നടക്കുന്ന സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. കൃഷിയിൽ വ്യത്യസ്തമായ വിജയഗാഥ തീർത്ത് വരാക്കര സ്വദേശിനി സൗമ്യ ബിജു. കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് നിരവധി അംഗീകാരങ്ങളും സൗമ്യ ബിജുവിനെ തേടിയെത്തിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും വലിയ ആഘോഷത്തോടെയാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത്. കേക്ക് മുറിച്ചും പുൽക്കൂടൊരുക്കിയുമെല്ലാമാണ് സന്തോഷം പങ്കിടുന്നത്. ക്രിസ്മസ് തലേന്ന് രാത്രി തെരുവീഥികൾ കരോൾ സംഘങ്ങൾ കൈയടക്കി. ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പാതിരാ കുർബാനയും തിരുപ്പിറവിയോടനുബന്ധിച്ച് പ്രത്യേക ശുശ്രൂഷയും ഉണ്ടായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും NCTVയുടെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസിനോടനുബന്ധിച്ച് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. തിരുപ്പിറവി ശുശ്രൂഷകൾക്കു ശേഷം പിറവി പ്രദക്ഷിണം നടന്നു. പാതിരാ കുർബാനയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഉണ്ണിയേശുവിന്റെ ജനന നിമിഷത്തെ ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയും വരവേറ്റ് ആരാധനാലയങ്ങൾ. പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ ജീവിതത്തിലേക്ക് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചു. നോമ്പുനോറ്റും പുൽക്കൂടൊരുക്കിയും സാന്താക്ലോസിന്റെ വരവ് കാത്തിരുന്നും ഉണ്ണിയേശുവിന്റെ ജനനത്തെ ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് കൊടകരയിലെ വിശ്വാസികൾ സ്വീകരിച്ചത്. തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷകൾ, പാതിരാ കുർബാന, പ്രദക്ഷിണം എന്നിവ നടന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ തിരുപ്പിറവി തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കാർമ്മികത്വം വഹിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായിരുന്നു. ഡീക്കൻ അൽജിൻ പള്ളിവാതുക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. ഭരതമലയിൽ പുനർജീവൻ പവിത്രാത്മാ ശാന്തി ആശ്രമത്തിലെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത ബിൻഡോയ്ക്കും അമ്മയ്ക്കുമായി ഒരുക്കിയ കാരുണ്യഭവനം സമർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ചു. ആർച്ച് ബിഷപ്പിന്റെ 74ാം ജന്മദിന സമ്മാനമായും തട്ടിൽ പഴൂങ്കാരൻ അന്തോണിയുടെ ഭാര്യ ത്രേസ്യയുടെ ഓർമ്മയ്ക്കുമായാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജെറുസലേം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ്, പുനർജീവൻ ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് നമ്മുടെ ആൻഡ്രൂസ് പിതാവിന്റെ 74ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് ഈശോയുടെ ജന്മദിനവും നമ്മുടെ പിതാവിന്റെ എന്നും ജന്മദിനത്തിന് ഞാൻ അതിനോട് സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. പിതാവിന്റെ ആ 74ാം ജന്മദിനം ഈ ഭൂമിയും ഈ ഭവനുള്ളോടത്തോളം ഓർമ്മയ്ക്കായിട്ട് നിൽക്കുന്ന തരത്തില് പിതാവിനോട് നമ്മൾ അത് സമർപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിൽ സദ്വാർത്തയില് ഇവര് അജോയും സീമയും ആണ് നിങ്ങൾക്ക് വേണ്ടി ഡേവിസ് അച്ഛന്റെ, മാത്യൂസിന്റെ, പിന്നെ അലക്സാണ്ടർ അച്ഛന്റെ ഞങ്ങൾ പഴയ ഫ്രണ്ട്സാണ് ഒക്കെ അച്ഛന്റെ സാന്നിധ്യത്തിന് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഒറ്റ കാര്യമേ ഈശോ പിറക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതാണ് പോകാൻ എല്ലാവർക്കും സന്തോഷത്തിന്റെ സദ്വാർത്തമായിട്ട് കടന്നവരാണ്. ക്രിസ്മസ് ആഘോഷിക്കണം അല്ലേ? ഇതെല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹ നിർവൃത്തിക്ക് വേണ്ടി ഇപ്പൊ നമ്മുടെ കൂടെ ഇവരെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്ക് ഇരട്ടി മധുരം പോലെയാണ് എല്ലാവരും വന്ന് ചേർന്നപ്പോൾ. 33 കൊല്ലം മുമ്പ് വടക്കേ ഇന്ത്യയിൽ നാഗപ്പൂർ അടുത്ത് വാർധായിലായിരുന്നു ഞാൻ. അവിടെ ദത്തപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രിസ്മസ് ദിവസം ക്രിസ്മസ് ന്യൂ ഇയർ വിപണി കീഴടക്കുകയാണ് തൃശൂരിന്റെ സ്വന്തം ജയിൽ കേക്കുകൾ. വിയൂർ സെൻട്രൽ ജയിലിലെ ഫ്രീഡം ഫുഡ് യൂണിറ്റിൽ ആണ് രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന കേക്കുകളുടെ നിർമ്മാണം. മറ്റു സെൻട്രൽ ജയിലുകളിൽ ഫുഡ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേക്ക് നിർമ്മാണം വിയൂർ ജയിലിൽ മാത്രമാണ്.
മറ്റു സെൻട്രൽ ജയിലുകളിൽ ഫുഡ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേക്ക് നിർമ്മാണം വിയ്യൂർ ജയിലിൽ മാത്രമാണ്. വിപണിയിൽ ലഭിക്കുന്ന കേക്കുകളിൽ ഭൂരിഭാഗവും എസൻസുകളും പ്രിസർവേറ്റീവുകളും ചേർത്ത് നിർമ്മിക്കുമ്പോൾ വിയ്യൂരിലേത് യഥാർത്ഥ പഴങ്ങൾ ചേർത്തും പ്രിസർവേറ്റീവുകളും ആൽക്കഹോളും ചേർക്കാതെയുമാണ് നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഈ കേക്കുകൾക്ക് 3 ദിവസം മാത്രമാണ് കാലാവധി. 3 ദിവസം മാത്രമെങ്കിലും രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിലാണ് ഈ കേക്കുകൾ. ബനാന, ഗ്രേപ്പ്, ക്യാരറ്റ് എന്നീ 3 ഫ്രൂട്ട് കേക്കുകൾ ക്രിസ്തുമസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ചും പ്ലം കേക്കുകൾ സ്ഥിരമായും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ജയിലിന് മുന്നിലെ ഫ്രീഡം ഫുഡ് ഷോപ്പിലൂടെ ആണ് വിൽപ്പന. സീസണിൽ പ്രതിദിനം 50,000 രൂപയുടെ കേക്കുകൾ വിൽപ്പന നടത്തുന്നുണ്ട്. കൂടാതെ തൃശൂർ കോർപ്പറേഷന് മുന്നിലെത്തുന്ന ജയിൽ വകുപ്പിന്റെ ഡെലിവറി വാനിൽ നിന്നും പൊതുജനങ്ങൾക്ക് കേക്കുകൾ വാങ്ങാം. പ്രത്യേകം പരിശീലനം ലഭിച്ച തടവുകാരാണ് കേക്ക് നിർമ്മാണത്തിന് പിന്നിൽ. എല്ലാ കൊല്ലവും നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റിൽ കേക്കുകൾ, സ്പെഷ്യൽ ഫ്രൂട്ട് കേക്കുകൾ വിൽപ്പന നടത്താറുണ്ട്. ഈ കൊല്ലവും ക്രിസ്മസിനോടനുബന്ധിച്ച് 3 ഫ്ലേവറിലുള്ള ബനാന, ഗ്രേപ്സ്, ക്യാരറ്റ് എന്നീ 3 ഫ്ലേവറിലുള്ള ഫ്രൂട്ട് കേക്കുകളാണ് നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത്. ഇതിന് 3നും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റു സ്ഥലങ്ങളിലെ കേക്കുകളെ സംബന്ധിച്ച് എസൻസ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ യഥാർത്ഥ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോ ആൽക്കഹോൾ ആണ്, നോ പ്രിസർവേറ്റീവ്സ് ആണ്, ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഫ്രീഡം ഫുഡ് യൂണിറ്റിന്റെ പ്രവർത്തനം. ഈ മാസം മാത്രം 3 ടൺ കേക്ക് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താനാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. SYS കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച തുടക്കമാകും. ശനിയാഴ്ച നടക്കുന്ന പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6 വേദികളിലായി നടക്കുന്ന സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. SYS കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ ഡിസംബർ 26-ന് തുടക്കമാകും. 29 വരെയുള്ള സമ്മേളനത്തിൽ 10,000 സ്ഥിരം പ്രതിനിധികളും പ്രതിദിനം 25,000 അതിഥി പ്രതിനിധികളും പങ്കെടുക്കും. പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6 വേദികളിലായാണ് സമ്മേളനം നടക്കുന്നത്. ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, യങ് ഇന്ത്യ നാഷണൽ സെമിനോസിയം, സാംസ്കാരിക സംവാദങ്ങൾ എന്നീ ഉപസമ്മേളനങ്ങളും യുവത്വ വിദ്യാഭ്യാസ തൊഴിൽ ഭാവിയും അവസരങ്ങളും പ്രമേയമാക്കി സംഘടിപ്പിക്കുന്ന എൻജൻ എക്സ്പോയും സമ്മേളനത്തിലെ സുപ്രധാന ഉള്ളടക്കമാകും. വിവിധ സെഷനുകളിലായി ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങൾ, വിദഗ്ധർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പണ്ഡിതന്മാർ സംബന്ധിക്കും. 27-ന് ഉച്ചകഴിഞ്ഞ് 4-ന് പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ ഡോക്ടർ യഹ്യ റോഡ്സ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃഭാഷണം നടത്തും. റവന്യൂ മന്ത്രി K രാജൻ, ബെന്നി ബെഹനാൻ MP, ഉത്തർപ്രദേശ് മുൻ മന്ത്രി നവീൻ കുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിക്കും. 28-ന് ഉച്ചകഴിഞ്ഞ് 4:30-ന് പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ബീരാൻ MP പ്രഭാഷണം നടത്തും. KK രാമേന്ദ്രൻ MLA, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി, ചുള്ളിക്കോട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി തുടങ്ങിയവർ സംബന്ധിക്കും. വൈകുന്നേരം 6:30-ന് ഹെറിറ്റേജ് കോൺഫറൻസ് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യദ് ഇബ്രാഹിം മുൽ ഗലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ റജബ് സെൻ തുർക്കി, സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം നഹ, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി സംസാരിക്കും. 28-ന് രാവിലെ 10-ന് ധനാത്മക യുവത്വം എന്ന വിഷയത്തിൽ ഡോക്ടർ ശശി തരൂർ MP-യും 29-ന് ഉച്ചകഴിഞ്ഞ് 3-ന് സാമൂഹിക പ്രവർത്തനത്തിന്റെ രചനാത്മകത എന്ന വിഷയത്തിൽ മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥും പ്രഭാഷണം നടത്തും. 29-ന് വൈകുന്നേരം 6:30-ന് സമാപന സമ്മേളനം ജോർദാൻ പണ്ഡിതൻ ഔൻ മുഈൻ അൽ ഗദൂമി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഭാഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന വഖഫ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ, KC വേണുഗോപാൽ MP,
വ്യവസായി MA യൂസഫ് അലി എന്നിവർ അതിഥികളാകും. സമ്മേളനത്തിലെ പുസ്തകമേള 26 വൈകിട്ട് 4 മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ഭാവി ചർച്ച ചെയ്യുന്ന 2 ദിവസത്തെ ഫ്യൂച്ചർ കേരള സമ്മിറ്റ് 28 രാവിലെ 10:30 വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. നെക്സ്റ്റ് ജെൻ കോൺക്ലേവ് 28 രാവിലെ 10:30 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകൾക്ക് ഡോക്ടർ റജബ് സെൻ തുർക്ക്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആഫിഫി അൽ ആഗിദി, ഹുവാത്തി ITIയിലെ ഡോക്ടർ വികാസ് മധുസൂദനൻ, റോയൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സഫീർ, IBM ഇന്ത്യയിലെ ഡോക്ടർ നദീം, ഡോക്ടർ സലാഹുദ്ദീൻ, P ഹുസൈൻ നൂറുദ്ദീൻ കുഞ്ഞ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ AE ഷെഫി എന്നിവർ നേതൃത്വം നൽകും. കേരള മുസ്ലിം ചരിത്രം വിശകലന വിധേയമാക്കുന്ന ഹിസ്റ്ററി ഇൻസൈറ്റ് 29 രാവിലെ 10:30 P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ വിനിൽ പോൾ, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ അബ്ബാസ് പനക്കൽ, ഡോക്ടർ സഹീർ ഹുസൈൻ, ഡോക്ടർ ന്യൂ ഐമാൻ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ദ്വിദിന യങ് ഇന്ത്യ സെമിനോസിയം 28 രാവിലെ 10 സയ്യദ് ഇബ്രാഹിം മുൽ ഖലീൽ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ത്വാഹ തങ്ങൾ സഖാഫി, ജനറൽ സെക്രട്ടറി SYS സംസ്ഥാന കമ്മിറ്റി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി, SYS സംസ്ഥാന കമ്മിറ്റി ഫിനാൻസ് സെക്രട്ടറി M അബൂബക്കർ പടിക്കൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ M മുഹമ്മദ് സാദിഖ്, സ്വാഗത സംഘം കോർഡിനേറ്റർ MM ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. SYS യുവജന സമ്മേളനം ഡിസംബർ 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ തൃശൂർ ആമ്പല്ലൂരിൽ നൂറുൽ ഉലമ നഗറിൽ നടക്കും. പ്രത്യേകം സജ്ജമാക്കിയ 6 വേദികളിൽ 10,000 സ്ഥിരം പ്രതിനിധികളും ഓരോ ദിവസവും പ്രത്യേകം 25,000 അതിഥി പ്രതിനിധികളും സംബന്ധിക്കും. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രിമാരായ അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്തുമനയ്ക്കൽ ഹരീഷ് നമ്പൂതിരി എന്നിവർ പൂജിച്ച കൊടിക്കൂറ താലപ്പൊലി കൺവീനർ AK പ്രേമന് കൈമാറി. ശേഷം ഇത്തവണത്തെ താലപ്പൊലി നടത്തിപ്പുകാരായ അഴകം, വല്ലപ്പാടി ഊഴക്കാരും ഭക്തജനങ്ങളും ദേവസ്വം ഭരണസമിതിയും ചേർന്ന് കൊടികയറ്റി. തന്ത്രി കുടുംബങ്ങളിൽ പറയെടുത്തതോടെ ഇത്തവണത്തെ ദേശപ്പറയ്ക്ക് ആരംഭമായി. താലപ്പൊലി തലേന്ന് വരെ തട്ടകത്തെ വിവിധ സ്ഥലങ്ങളിൽ പറയെടുപ്പുണ്ടാകും. ജനുവരി 23-നാണ് താലപ്പൊലി മഹോത്സവം. കൃഷിയിൽ വ്യത്യസ്തമായ വിജയഗാഥ തീർത്ത് വരാക്കര സ്വദേശിനി. കൃഷിക്കു നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് നിരവധി അംഗീകാരങ്ങളും വരാക്കര സ്വദേശിയായ സൗമ്യ ബിജുവിനെ തേടിയെത്തി. വരാക്കര ഐനിക്കൽ മൂല സ്വദേശിനെ സൗമ്യ ബിജുവിൻ്റെ കൃഷിയിടത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. വിവിധയിനം പച്ചക്കറികൾ, ആയുർവേദ മരുന്നുകൾ, പശു, കോഴി, താറാവ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന കൃഷികളിൽ വ്യാപൃതയാണ് ഈ വീട്ടമ്മ. സ്വന്തമായി 22 സെന്റ് സ്ഥലമാണ് ഉള്ളതെങ്കിലും പാട്ടത്തിനെടുത്ത 10 ഏക്കറോളം സ്ഥലത്താണ് ഇവരുടെ കൃഷികൾ. തക്കാളി, പയർ, വഴുതന, ചീര, വെണ്ട തുടങ്ങിയ പച്ചക്കറികളാണ് വീടിൻ്റെ ടെറസിൽ ഉൾപ്പെടെ കൂടുതലായും കൃഷി ചെയ്യുന്നത്. കൂടാതെ കുറുന്തോട്ടി, മഞ്ഞൾ, കച്ചോലം, ചിറ്റരക്ത എന്നീ ആയുർവേദ മരുന്നുകളും സൗമ്യ ബിജുവിൻ്റെ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നു. 6 പശുക്കളുണ്ട്. ദിവസവും രാവിലെ 30 ലിറ്ററും വൈകിട്ട് 15 ലിറ്ററും പാൽ കിട്ടും. മാസം 40,000 രൂപയോളം പാൽ വിൽപ്പനയിലൂടെ മാത്രം വരുമാനം ലഭിക്കുന്നു. തൃശ്ശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി നൽകുന്നുണ്ട്. ഇതും മറ്റൊരു പ്രധാന വരുമാന മാർഗമാണ്. കോഴി വളർത്തൽ കൂടുതൽ വീട്ടമ്മമാർക്ക് പ്രചോദനമാകുന്നതായി ഇവർ പറയുന്നു. രാവിലെ 3-ന് എണീക്കും. +2 വിദ്യാർത്ഥിയായ മകൻ നിതിനാണ് കൃഷിയിൽ കട്ടയ്ക്ക് കൂടെയുള്ളത്. 5:30 വരെ കറവയും മറ്റുമായി പണികൾ. പിന്നീട് അരമണിക്കൂർ വിശ്രമം. 6-ന് വീണ്ടും പണികളിലേക്ക്. 8:30 ആകുമ്പോഴേക്കും പണികളെല്ലാം പൂർത്തിയാകും. വീട്ടുജോലിയും കൃഷിയുമെല്ലാം ഒപ്പം നടക്കും. കുടുംബശ്രീയും സൊസൈറ്റികളിലെ ചുമതലകളുമായി സാമൂഹ്യരംഗത്ത് പ്രവർത്തിക്കാൻ കൂടി ഇവർ സമയം കണ്ടെത്തുന്നുണ്ട്. വീട്ടുജോലിക്കിടയിൽ വിനോദം കൂടിയാണ് ഇന്ന് സൗമ്യയ്ക്ക് കൃഷി. ജോലിയും ചുമതലകളും ഒന്ന് ക്രമീകരിച്ചാൽ സമയം പിന്നെയും ബാക്കിയാണെന്ന് ഈ വീട്ടമ്മ പറയുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും. സ്വന്തമായി ഒരിടത്തിരിക്കാൻ നേരമില്ല, എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ കയ്യിൽ കാശില്ല എന്ന് പരാതിപ്പെടുന്ന വീട്ടമ്മമാർക്ക്
സൗമ്യ നിർദ്ദേശിക്കുന്ന പരിഹാരവും കൃഷി തന്നെയാണ്. കൃഷിയിലേക്ക് വന്നിട്ട് 15 വർഷമായി. ആദ്യം ഞാൻ ചെയ്തിരുന്നത് ആട് വളർത്തൽ, പശു വളർത്തൽ. അങ്ങനെ കഴിഞ്ഞപ്പോൾ അതിൽ ചാണക സാധനങ്ങൾ കൂടി വന്നപ്പോൾ ഒന്ന് കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൃഷിയിലേക്ക് വന്നു. ആദ്യം നേന്ത്രവാഴ കൃഷിയാണ് ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ മഞ്ഞൾ കൃഷി തുടങ്ങി. മഞ്ഞൾ കൃഷിയും കുഴപ്പമില്ലാന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ കുറുന്തോട്ടി കൃഷിയിലേക്ക് ഇറങ്ങി. കുറുന്തോട്ടി കൃഷിയും കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എല്ലാത്തിനും, എന്നാലും കുഴപ്പമില്ലാത്ത രീതി വന്നു. പിന്നെ പച്ചക്കറി ചെയ്തു. പച്ചക്കറി എല്ലാ പച്ചക്കറികളും ഉണ്ട്. അതിൽ പയർ, ചീരയാണ് ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ്. ഏതൊരു വീട്ടമ്മയ്ക്കും ഒരു 10 സെൻറ്റിൽ ചീര കൃഷി ചെയ്താൽ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള പൈസ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സംഘത്തിൽ പോണേനോ ഒന്നും കടം മേടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. മകൾ നിത്യ കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. കാർപ്പൻ്ററായ ഭർത്താവ് ബിജുവിൻ്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട്. കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും ഇടവിളയായി വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്നതിനാൽ വർഷം മുഴുവൻ വിളവെടുക്കുന്ന രീതിയാണ് സൗമ്യ പിന്തുടരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കൂൺകൃഷി, മത്സ്യകൃഷി, ചെണ്ടുമല്ലിക്കൃഷി, നെൽകൃഷി എന്നിവയിലും ഒരു കൈ നോക്കാനുള്ള പരിശ്രമത്തിലാണ് ഇനി. കൃഷിയിൽ അധ്വാനിക്കാൻ തയ്യാറായാൽ ആദായത്തിന് ചെറുവഴികൾ ഏറെയുണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഈ വീട്ടമ്മ ഒരു വിസ്മയമാണ്. വരാക്കര സ്വദേശിനി സൗമ്യ ബിജുവിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്നത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. തൻ്റെ കൃഷിയിടങ്ങളിൽ നിന്നും സൗമ്യ ബിജുവും കുടുംബവും നേടുന്നത് 100% വിളവ് മാത്രമല്ല, 100% സന്തോഷവുമാണ്. തൻ്റെ കൃഷിയിടങ്ങൾ ഹൈടെക്കാക്കി കൃഷി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് സൗമ്യ ബിജു എന്ന വീട്ടമ്മ. സൗമ്യ ബിജുവിൻ്റെ കുറുന്തോട്ടി കൃഷിയിടത്തിൽ നിന്നും ക്യാമറമാൻ ലിജീഷിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ആമ്പലൂർ ക്ലബ്ബ് പാം ബ്രീസിൽ ആധുനിക രീതിയിൽ നവീകരിച്ച സ്വിമ്മിംഗ് പൂൾ തുറന്നുകൊടുത്തു. മുഖ്യ രക്ഷാധികാരി ടോണി വട്ടക്കുഴി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ബിജു കൂവക്കാടൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ, അഭീഷ് കുമാർ, ഫ്രാൻസിസ് പുതുശ്ശേരിപ്പടി, ഗോപി പള്ളിവളപ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എല്ലാ വിഭാഗക്കാർക്കും പരിശീലകന്റെ സഹായത്തോടെ നീന്തൽ പരിശീലനം നടത്തുന്നതിനും ഉല്ലാസത്തിനും സൗകര്യമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് അംഗം KK സലീഷിന്റെ നേതൃത്വത്തിൽ വാർഷിക കലണ്ടർ തയ്യാറാക്കി വാർഡിൽ വിതരണം ചെയ്തു. കലണ്ടറിന്റെ പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. TM രാജേഷ് പ്രസംഗിച്ചു. വേലുപ്പാടം ജനശക്തിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കിറ്റ് വിതരണം ചെയ്തു. ഭരതരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KA പൗലോസ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ബേബി വാഴക്കാല, ട്രഷറർ CA അനീഷ് എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തിക്ക് സമീപം ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. മലപ്പുറം വഴിക്കടവ് സ്വദേശി 39 വയസ്സുള്ള സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. ചെറുതുരുത്തിക്ക് സമീപം ഭാരതപ്പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. മലപ്പുറം വഴിക്കടവ് സ്വദേശി 39 വയസ്സുള്ള സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബുധനാഴ്ച നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് സൈനുൽ മരണപ്പെട്ടത് മർദ്ദനമേറ്റത് മൂലമാണെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ 4 പേരെ ചെറുതുരുത്തി പോലീസ് കോയമ്പത്തൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. 5 പേരാണ് കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സാമ്പത്തിക തർക്കം മൂലമുള്ള വൈരാഗ്യത്തെ തുടർന്ന് കൊലപാതകം എന്നാണ് വിവരം. തിങ്കളാഴ്ച കൊലപാതകം നടന്നുവെന്നാണ് നിഗമനം. തൃശൂർ ഇരിഞ്ഞാലക്കുട നടവരമ്പ് ജോയ് ഒരുക്കിയ ക്രിസ്മസ് ട്രീയിൽ 2 കുടുംബങ്ങൾ ക്രിസ്മസിന് മുൻപേ ഇടം നേടിക്കഴിഞ്ഞു. ഉണ്ണിയേശു പിറക്കുന്നതിന് മുൻപേ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങാൻ 2 അമ്മക്കിളികൾ കാത്തിരുന്നെങ്കിലും ആദ്യം പിറന്നത് ഉണ്ണിയേശു തന്നെയാണ്. ഈ മാസം 1-നാണ് അച്ചാണ്ടി ജോയ് വീടിന്റെ ഇറയത്ത് 6 അടി ഉയരമുള്ള പ്ലാസ്റ്റിക് ട്രീ ഒരുക്കിയത്. ട്രീ വച്ചതിന്റെ പിറ്റേന്ന് അടയ്ക്കാക്കിളികൾ ആദ്യം വിരുന്നെത്തി കൂടുകൂട്ടി. ഇതിനു പിറകെ തൊപ്പിക്കിളികളും എത്തി കൂടൊരുക്കി മുട്ടയിട്ടു. ഇതിനിടയിൽ ജോയ് ട്രീയിൽ വച്ചിരുന്ന ബൾബുകൾ കിളികൾ കൊത്തി നശിപ്പിച്ചു. രാത്രി ബൾബുകൾ പ്രകാശിക്കുന്നത് കിളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നിയതോടെ ജോയ് ഇത് ഓൺ ചെയ്യാതെ നോക്കി. അടയ്ക്കാക്കിളികൾ 2ഉം മുട്ടകൾക്ക് അടയിരിക്കുകയാണ്. തൊപ്പിക്കിളിയിൽ പെൺകിളി മാത്രമാണ് അടയിരിക്കുന്നത്. ആൺകിളി ചുറ്റുവട്ടത്തുള്ള മറ്റു മരങ്ങളിൽ കാവലിരിക്കുകയാണ്. വീടിനോട് ചേർന്ന് ലെയ്ത്ത് യൂണിറ്റ് നടത്തുന്ന ജോയിയും കുട്ടികളെ നിരീക്ഷിക്കാൻ പലപ്പോഴും വീട്ടുമുറ്റത്തുണ്ടാകും. അതുകൊണ്ടാണ് ഇവരുടെ ചേഷ്ടകളും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കിളിക്കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കമുറ്റും വരെ ട്രീ ഇവിടെ നിന്നും മാറ്റില്ലെന്ന് ജോയ് പറഞ്ഞു.
പുതുവർഷം പിറക്കും മുൻപേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ജോയ്. നമ്മളെല്ലാം കൊല്ലം ഈ പറഞ്ഞ പോലെ പുൽക്കൂടും ഈ ട്രീയും വെക്കുന്നതാണ് എല്ലാം ക്രിസ്മസിന്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ട്രീ വെച്ചപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ട്രീ ആണ്. ആദ്യം ഈ പറഞ്ഞ പോലെ അടക്കക്കിലാണ് ആദ്യം കൂട്ട് കൂട്ടിയത്. 1-ാം തീയതി നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചത്. 2-ാം തീയതി മുതൽ അടക്കക്കിളി കൂട് കൂട്ടി. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടിക്കിളി എന്ന് പറഞ്ഞ കിളി കൂട് കൂട്ടി. അത് 5-ാം തീയതി 6-ാം തീയതി കൂട് കൂട്ടി. ഇപ്പോൾ കൂട് കൂട്ടി മുട്ടിട്ടു. 2 മുട്ടുണ്ട്. ഇത് ഏകദേശം ബിരിയാറായിട്ടുണ്ടെന്ന് തോന്നണം. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീ വെച്ചപ്പോൾ തന്നെ ഫുള്ളും മാലകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കിളികൾ വന്ന് അത് ആകെ കൊത്തി നശിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കൂട് കൂടട്ടെ, കിളി എന്തെങ്കിലും ഒരു കൂട് കൂട്ടി മുട്ട ഇട്ടത് നൽകിയപ്പോൾ നമ്മൾ പിന്നെ ലൈറ്റൊന്നും ഉണ്ടാവില്ലേ. അത് ഇനി കിളി എന്തായാലും മുട്ട വിരിഞ്ഞ് വരട്ടെ എന്നാണ് നമ്മൾ ആശംസ. വീട്ടുകാരും അത് കാത്തിരിക്കുകയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിലേക്ക് 36 സ്കിൽ ട്രെയിനർമാരുടെയും 18 സ്കിൽ സെന്റർ അസിസ്റ്റന്റുമാരുടെയും തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ 30 വൈകിട്ട് 5-നകം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ, സമഗ്ര ശിക്ഷ കേരളം, തൃശൂർ ജില്ല, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ട്, പാലസ് റോഡ്, തൃശൂർ ജില്ല. പിൻ 680020 എന്ന വിലാസത്തിൽ അപേക്ഷ നേരിട്ട് സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872323 മണലൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. യോഗ്യത ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ BTechഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 28 രാവിലെ 11 മണലൂർ ഗവൺമെന്റ് ITIയിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487262066. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. കല്ലൂർ തെറ്റയിൽ കൊടവരക്കാരൻ റപ്പായി 96 വയസ്സ് അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ. സിസിലി, ലില്ലി, മേഴ്സി, ജീസൻ, ഷിജി, പരാതിയായ ആനി എന്നിവർ മക്കളും, പോൾ, മാത്യൂസ്, ജോസ്, ദേവസ്യ, ജാൻസി, ട്രീവൻ എന്നിവർ മരുമക്കളുമാണ്. റിട്ടയർഡ് അധ്യാപികയായ മൂലംകുടം കളപ്പുരയ്ക്കൽ സീമന്തിനി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശേഖരൻ ഭർത്താവാണ്. ചേർപ്പ് JBSലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക ചെങ്ങാലൂർ രണ്ടാംകല്ല് എടത്തൂട്ട് വീട്ടിൽ അമ്മിണിയമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടകര തെക്കിനിയത്ത് കോച്ചക്കാടൻ അന്തോണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ആലീസ്, ബെന്നി, ബെൻസി, ബിന്ദു എന്നിവർ മക്കളും, നോബിൾ, ഡേവി, ജോണി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. SYS കേരള യുവജന സമ്മേളനത്തിന് ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച തുടക്കമാകും. ശനിയാഴ്ച നടക്കുന്ന പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6 വേദികളിലായി നടക്കുന്ന സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. കൃഷിയിൽ വ്യത്യസ്തമായ വിജയഗാഥ തീർത്ത് വരാക്കര സ്വദേശിനി സൗമ്യ ബിജു. കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് നിരവധി അംഗീകാരങ്ങളും സൗമ്യ ബിജുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.